യുകെയിലെ സ്കിൽഡ് വർക്ക് വിസ ഹോൾഡേഴ്സിൻ്റെയും അതേപോലെ അവരുടെ ഡിപ്പെൻഡൻസിൻ്റെയും ILRൻ്റെ എലിജിബിലിറ്റിയെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് ഇൻഫർമേഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾ യുകെയിൽ വന്നു കഴിഞ്ഞാൽ 5 വർഷം യുകെയിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് വിസയിലോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വിസയിലോ താമസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ അല്ലെങ്കിൽ ILRന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. ILRന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺസ് ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ പെർമനൻറ്റ് റെസിഡൻ്റായി ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്പോർട്ടിന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് നാഷണാലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഈ ഒരു ILRന് വേണ്ടിയിട്ട് സാധാരണഗതിയിൽ നമ്മൾ 5 വർഷത്തെ ക്വാളിഫയിങ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ ക്വാളിഫയിങ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും യൂസ് ചെയ്യുന്നത് അവർ എന്നാണോ യുകെയിൽ വന്നത് അല്ലെങ്കിൽ സ്കിൽ വർക്ക് വിസയിൽ യുകെയിൽ വന്ന് ലാൻഡ് ചെയ്ത അന്ന് തൊട്ട് 5 വർഷമാണ് അവർ കാൽക്കുലേറ്റ് ചെയ്തത്. എന്നാൽ ഹോം ഓഫീസിൻ്റെ ഗൈഡൻസ് പ്രകാരം നിങ്ങൾക്ക് ഇവിടെ വന്ന ഡേറ്റ് അല്ല, അതിന് മുമ്പ് നിങ്ങളുടെ വിസ അപ്രൂവ് ആയിട്ടുള്ള ഡേറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ നാട്ടിൽ നിന്നൊരു സ്കിൽഡ് വർക്ക് വിസയ്ക്കോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വിസയ്ക്കോ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ പാസ്പോർട്ടിനകത്തുള്ള വൈനൽ സ്റ്റിക്കറിനകത്ത് ഒരു വാലിഡ് ഫ്രം ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് 5 വർഷം കംപ്ലീറ്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ILRന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല, സ്റ്റുഡൻറ്റ് വിസയിലോ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് വിസയിൽ നിന്നാണ് ഒരാൾ സ്കിൽഡ് വർക്ക് വിസയിലേക്ക് സ്വിച്ച് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ വിസ ആപ്ലിക്കേഷൻ ചെയ്ത് ആ ഡേറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ILRന് ക്വാളിഫൈഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇത് ഹോം ഓഫീസിൻ്റെ ഗൈഡൻസിൽ പറയുന്നൊരു കാര്യമാണ്. അപ്പം എനിക്കിതിനകത്ത് പറയാനുള്ള കാര്യം, ഏപ്രിൽ 2026 ശേഷം ILRൻ്റെ ക്വാളിഫയിങ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിലവിലുള്ള 5 വർഷത്തിൽ നിന്ന് 10 വർഷമാക്കി മാറ്റുമെന്ന് ഗവൺമെൻറ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്വാളിഫയിങ് ക്രൈറ്റീരിയക്കകത്ത് ഒത്തിരിയധികം പുതിയ ക്രൈറ്റീരിയാസും ഗവൺമെൻറ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ യുകെയിലുള്ളവരാണ്, നിങ്ങൾക്ക് ILRന് എലിജിബിലിറ്റി ഉണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഏപ്രിലിന് മുമ്പ് നിങ്ങൾ ILRന് അപ്ലൈ ചെയ്യുക. പ്രത്യേകിച്ച് എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം നിങ്ങളുടെ സ്കിൽഡ് വർക്ക് വിസയോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വിസയോ 1 മെയ് 2021 മുമ്പാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിയമപ്രകാരം നിങ്ങൾ ഏപ്രിൽ 2026 മുമ്പ് നിലവിലെ നിയമപ്രകാരം നിങ്ങൾക്ക് ILRന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏപ്രിൽ 2021 വന്നവരാണ് അല്ലെങ്കിൽ മുമ്പ് വന്നവരാണെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റി ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ILR എടുക്കുക. ഒത്തിരി ആളുകൾ പൈസ ഇല്ല അല്ലെങ്കിൽ ഞങ്ങളിവിടെ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യാതിരിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ നാളെ ഇപ്പോൾ അപ്ലൈ ചെയ്താൽ കിട്ടാവുന്നൊരു കാര്യം ഒരുപക്ഷെ ഏപ്രിൽ കഴിഞ്ഞാൽ എന്തായിരിക്കും റൂൾ എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഗൈഡൻസുള്ള കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പ്രപ്പോസുകൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. 10 വർഷത്തെ റൂട്ടിലേക്കാണ് അവർ പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക. താങ്ക് യു സോ മച്ച്.